അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സത്യവിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ കടന്നു വന്നു കഴിഞ്ഞാലും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു നമുക്ക് എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തട്ടിമാറ്റുക ഒരാൾക്കും സാധ്യമല്ല. അത് അള്ളാഹു തന്നെ ഉദ്ദേശിക്കണം. അത്തരത്തിലുള്ളൊരു ആശയം നൽകുന്ന ഒരു ഹദീസാണ് ഇമാം മുസ്ലിം 2577 നമ്പർ ഹദീസിലായിട്ട് കൊടുക്കുന്നത്. അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു: എൻ്റെ അടിമകളെ, നിങ്ങളിൽ ഞാൻ സന്മാർഗം നൽകാത്തവരെല്ലാം വഴികേടിലാകുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സന്മാർഗം ചോദിക്കുക, ഞാൻ നിങ്ങൾക്കത് നൽകും. എൻ്റെ അടിമകളെ, നിങ്ങളിൽ ഞാൻ ഭക്ഷണം നൽകാത്തവരെല്ലാം പട്ടിണി കിടക്കും. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഭക്ഷണം ആവശ്യപ്പെടുക, ഞാൻ നിങ്ങൾക്ക് ആഹാരം നൽകും. എൻ്റെ അടിമകളെ, നിങ്ങളിൽ ഞാൻ വസ്ത്രം നൽകാത്തവർക്കൊന്നും ഉടുതുണി കണ്ടെത്താനാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് ഉടയാടകൾ യാചിക്കുക, ഞാൻ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ നൽകും. പ്രിയമുള്ളവരെ, വളരെ ലളിതമായി നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും. സന്മാർഗം ലഭിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. ചോദിച്ചവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം. ഇനി നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ മറ്റു കാര്യങ്ങളാണെങ്കിലും, ഇപ്പോൾ രണ്ടാമതിൽ സൂചിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം ഞാൻ നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കും. അത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഭക്ഷണം ലഭ്യമാവുകയില്ല. അപ്പോൾ അതും ലഭിക്കണമെങ്കിൽ നമ്മൾ ആരോടാ ചോദിക്കേണ്ടത്? അള്ളാഹുവിനോടാ ചോദിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഭക്ഷണം ഇല്ലാതിരിക്കുക, വസ്ത്രമില്ലാതിരിക്കുക, പാർപ്പിടമില്ലാതിരിക്കുക, ഇങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുക എന്താ, അത് ഇന്ന ആളെടുത്ത് പോവാം, ഇന്ന ആളോട് ചോദിക്കാം, ഇന്ന വ്യക്തികളോട് ചോദിക്കാമെന്ന. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് എന്നുള്ള രൂപമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്ത് വന്നാലും അള്ളാഹുവിനോട് ചോദിക്കുക. ഒരു ചെരുപ്പിൻ്റെ വാറ് അറ്റുപോയാലും അള്ളാഹുവിനോട് ചോദിക്കുക എന്നാണ്. കാരണം അള്ളാഹ്ക്കാണ് ആ ഒരു സംഭവത്തെ ശരിയാക്കി തരുവാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഒരു സൃഷ്ടിക്കും അതിന് കഴിയൂല എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ്. ഇനി വസ്ത്രത്തിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. എന്തെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അള്ളാഹുവിനോട് എല്ലാ കാര്യത്തിനും അള്ളാഹുവിനോട് ചോദിക്കുക എന്നാണ്. അത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളും എന്ത് പ്രയാസങ്ങളും വന്നു കഴിഞ്ഞാലും അത് അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. മറ്റൊരു സൃഷ്ടികളോടും നമ്മൾ സഹായം ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന്. അപ്പം നമുക്ക് ഭൗതിക കാര്യങ്ങളെല്ലാം നമുക്ക് എളുപ്പമാക്കി തരും. അതേപോലെ ഖളാഇനെ വരെ തടുക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെന്നാണ്. അത് അത്തരത്തിലുള്ള ആ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.